ആരോഗ്യം അമൂല്യം. മീസിൽസ് അഥവാ അഞ്ചാം പനി, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മോഹൻദാസ് നായർ. വളരെ ഗുരുതരമായ ഒരു പകർച്ചവ്യാധിയാണ് അഞ്ചാം പനി. ചെറിയ രീതിയിലുള്ള പനിയും ജലദോഷവും ചുമയും ചെങ്കണ്ണുമായി തുടങ്ങിയതിൻ്റെ 4-ാം ദിവസം പനി ശക്തമാവുകയും അതോടൊപ്പം ചുവന്ന് തരിതരിയായുള്ള തിണർപ്പ് ആദ്യം ചെവിക്ക് പിറകിലും മുഖത്തും പിന്നീട് ക്രമേണ ദേഹത്തും കൈകാലുകളിലും വ്യാപിക്കുകയും 2-3 ദിവസത്തിന് ശേഷം ഇതേ ക്രമത്തിൽ സാവധാനത്തിൽ തിണർപ്പ് അപ്രത്യക്ഷമാവുകയും തിണർപ്പ് അപ്രത്യക്ഷമാകുമ്പോഴേക്കും പനിയും ഭേദമാവുകയും ചെയ്യുന്ന ഒരു വൈറൽ രോഗമാണ് മീസിൽസ് അഥവാ അഞ്ചാം പനി. അപകട സാധ്യത കൂടുതൽ ഉള്ളത് കുട്ടികളിലും പോഷകാഹാരക്കുറവുള്ളവരിലും പ്രതിരോധശേഷി കുറവുള്ളവരിലുമാണ്. ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട സങ്കീർണതകൾ ചെവിപ്പഴുപ്പ്, വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന അന്ധത, ന്യൂമോണിയ അഥവാ നെഞ്ചിലെ കഫക്കെട്ട്, നീണ്ടു നിൽക്കുന്ന വയറിളക്ക രോഗങ്ങൾ, ക്ഷയരോഗബാധ, പ്രതിരോധശേഷി കുറവ് എന്നിവയൊക്കെയാണ്. സാധാരണ രീതിയിൽ മരണസാധ്യത 2% സങ്കീർണതകൾ കൂടുതലുള്ളവരിൽ അപകടസാധ്യത കൂടുതലാണ്. വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗമാണ് അഞ്ചാം പനി. കുത്തിവെപ്പിലൂടെയോ മുമ്പ് വന്ന രോഗത്തിലൂടെയോ പ്രതിരോധശേഷി നേടാത്ത ആൾക്ക് രോഗിയുമായി സമ്പർക്കത്തിലേർപ്പെട്ടാൽ രോഗം ബാധിക്കാനുള്ള സാധ്യത 90%-ഓളമാണ്. വായുവിലൂടെ പകരുന്ന രോഗമാണിത്. തിണർപ്പ് വരുന്നതിന് 4 ദിവസം മുമ്പ് മുതൽ തിണർപ്പ് വന്ന് 4 ദിവസം കഴിയുന്നതുവരെ രോഗം പകരാം. ഇന്ന് നമ്മുടെ നാട്ടിൽ 90%-ഓളം പേർ ഈ രോഗത്തിനെതിരായി കുത്തിവെപ്പ് എടുത്തിട്ടുണ്ട്. ഓരോ വർഷവും ഏകദേശം 10 ലക്ഷം മരണങ്ങളെങ്കിലും ഈ കുത്തിവെപ്പിലൂടെ തടയപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക്. പനിയോടുകൂടി ദേഹത്ത് തിണർപ്പ് വരുന്ന എല്ലാ രോഗങ്ങളും അഞ്ചാം പനിയല്ല. റുബല്ല അഥവാ ജർമ്മൻ മീസിൽസ് അഞ്ചാം പനിയേക്കാൾ ഗൗരവം കുറഞ്ഞൊരു രോഗമാണ്. എന്നാൽ ഗർഭിണിയായിരിക്കെ ഈ രോഗം വന്നാൽ ഉള്ളിലുള്ള കുഞ്ഞിന് പലതരം വൈകല്യങ്ങൾ, ഹൃദയവൈകല്യം, തലച്ചോറിന് വളർച്ചക്കുറവ്, തിമിരം, ബധിരത എന്നിവ ഉണ്ടാകാം. അഞ്ചാം പനിയുടെ കുത്തിവെപ്പിനോടൊപ്പം റുബല്ല തടയാനുള്ള കുത്തിവെപ്പും ഇപ്പോൾ നൽകപ്പെടുന്നു. 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ശക്തമായ പനിയോടെ തുടങ്ങുകയും 3-4 ദിവസം കഴിയുമ്പോൾ പനി പെട്ടെന്ന് ശമിക്കുകയും ആ സമയത്ത് ശരീരത്ത് തിണർപ്പ് വരികയും ചെയ്യുന്ന രോഗമാണ് റോസിയോള ഇൻഫൻറ്റം എന്ന വൈറൽ രോഗം. പനി, തിണർപ്പ് എന്നിവ കൂടാതെ കവിളത്ത് അടിയേറ്റ പോലെ പാടുകൾ അവശേഷിപ്പിക്കുന്ന എരിത്തീമ ഇൻഫെക്ഷ്യോസം എന്ന രോഗമാണ് വേറൊന്ന്. 5-ലേറെ ദിവസം നീണ്ടു നിൽക്കുന്ന പനി, തിണർപ്പ്, കഴുത്തിൽ കഴലവീക്കം, കൈകാലുകളിൽ നീരും പിന്നീട് തൊലി അടർന്നു പോകൽ, കണ്ണ് ചുവക്കൽ, ചുണ്ട് വിണ്ടുകീറൽ, വായ്ക്കകവും നാവും കടും ചുവപ്പ് നിറമൊക്കെയായി 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വരുന്ന രോഗമാണ് കവാസാക്കി രോഗം. ഹൃദയത്തിലെ രക്തക്കുഴലുകൾക്ക് സ്ഥായിയായ തകരാറുകൾ ഉണ്ടാക്കിയേക്കാവുന്ന രോഗമാണിത്. അഞ്ചാം പനിയുടെ വൈറസിനെ നശിപ്പിക്കാനുള്ള മരുന്നുകൾ ലഭ്യമല്ല. രോഗബാധയുണ്ടായാൽ മറ്റുള്ളവർക്ക് വ്യാപിക്കാതെ ശ്രദ്ധിക്കുക, വിറ്റാമിൻ എ, മറ്റ് ലക്ഷണങ്ങൾക്കുള്ള ചികിത്സ എന്നിവയാണ് പ്രധാനം. പോഷകാഹാരങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, നിർജ്ജലീകരണം തടയുക, സങ്കീർണതകൾ വരികയാണെങ്കിൽ ഉചിതമായ ചികിത്സ നൽകുക എന്നൊക്കെയാണ് വേണ്ടത്. വളരെ ഫലപ്രദമായതും സുരക്ഷിതമായതുമായ വാക്സിനാണ് മീസിൽസ് വാക്സിൻ. 9 മാസം പൂർത്തിയായാൽ ആദ്യ ഡോസും 15 മുതൽ 18 മാസം വരെ പ്രായമാകുമ്പോൾ 2ാമത്തെ ഡോസും. റുബല്ല വാക്സിനും കൂടെ ചേർത്ത് MR വാക്സിൻ ആയാണ് ഇത് നൽകുന്നത്. പ്രതിരോധ കുത്തിവെപ്പുകളെ പറ്റിയുള്ള തെറ്റായ അറിവുകൾ തിരുത്തുകയും എല്ലാ കുട്ടികൾക്കും ഉചിതമായ പ്രായത്തിൽ കുത്തിവെപ്പുകൾ നൽകുകയും ചെയ്യുന്നതിലൂടെ അഞ്ചാം പനി, റുബല്ല എന്നീ രോഗങ്ങളെ നമുക്ക് പൂർണ്ണമായും തുടച്ചു മാറ്റാം. മീസിൽസ് അഥവാ അഞ്ചാം പനി, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മോഹൻദാസ് നായർ.